ങ്ങൾക്ക് മുമ്പ് തന്നെ അതിഥിയെ സംബന്ധിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ പള്ളി മെഹ്റാബുകളിൽ നിന്ന് മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ അതിഥിയെ സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പുകളാണ് പള്ളി മെഹ്റാബുകളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന അറിയിപ്പുകൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പുകളൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ തട്ടി വിളിക്കുന്ന അറിയിപ്പുകളാണ്. പ്രധാനമായും റമളാൻ ശരീഫിന്റെ മുന്നറിയിപ്പായി അല്ലെങ്കിൽ മുന്നൊരുക്കമായി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം റമളാൻ ശരീഫ് ഇബാദത്തിന് വേണ്ടി പ്രത്യേകം നമ്മളൊക്കെ മാറ്റിവെച്ച മാസം, ധാരാളം ഖുർആൻ ഓതുന്ന മാസം, ധാരാളം നിസ്കരിക്കുന്ന മാസം, ധാരാളം സ്വദഖ ചെയ്യുന്ന മാസം, ധാരാളം സൽക്കർമ്മങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന മാസം, ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന മാസം. ഇവകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പ്രധാനമായ ഒന്ന് നമ്മുടെ ഖൽബൊക്കെ ശുദ്ധിയാക്കി വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം, ആരോടും വിദ്വേഷമില്ലാത്ത ഹൃദയം അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. കുടുംബത്തിലൊക്കെ പിണങ്ങിക്കഴിയുന്ന ആളുകൾ, ബാപ്പയോടും ഉമ്മയോടും മിണ്ടാത്തവർ, ജ്യേഷ്ഠാനിയന്മാരിൽ പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ, കൂട്ടുകാർ തമ്മിൽ പിണങ്ങിക്കഴിയുന്നവർ, അയൽപക്ക ബന്ധങ്ങളൊക്കെ ആകെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾക്കൊക്കെയും റമളാൻ ശരീഫിന്റെ മുന്നോടിയായി ശഅബാൻ മാസം അനുവദിക്കുക വഴി അവകളൊക്കെ പ്രത്യേകം അവരെ കാണാനും പൊരുത്തപ്പെടിപ്പിക്കാനും റമളാൻ ശരീഫിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങാനും അല്ലാഹു നിശ്ചയിച്ചതാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോടുകൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം മദീന പള്ളിയിൽ അവർക്ക് പ്രത്യേകം സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ആളെ കാണണോ എങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വരികയാണ്. ആരും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്വഹാബി, ബഹുമാനപ്പെട്ട സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു. ആരും അങ്ങനെ കാര്യമായി അദ്ദേഹത്തെ പരിഗണിക്കാറില്ല. അദ്ദേഹം പള്ളിയിൽ വെച്ചുകൊണ്ട് വുളൂ ചെയ്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കിപ്പൊളിച്ച് അവയവങ്ങളിൽ നിന്ന് വെള്ളം താഴെ ഉറ്റുന്ന നിലക്ക് ആ സ്വഹാബി ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സദസ്സിന്റെ പിന്നാമ്പുറത്തിയിരുന്നു. അദ്ദേഹം ഒരു കഥയും അറിയുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ വല്ലാതെ സൂക്ഷിച്ചു നോക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കി, ഞാൻ കുറെ താമസിച്ചു വന്നതുകൊണ്ട്, അതല്ലെങ്കിൽ കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളം ഉറ്റുന്ന നിലക്ക് പള്ളിയിൽ കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു ശോഭിക്കുന്ന വസ്ത്രം ധരിക്കാത്തത് കൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് നോക്കിയതാണെന്ന് മനസ്സിലാക്കി. ആ സദസ്സ് അന്ന് അങ്ങനെ അങ്ങ് പിരിഞ്ഞു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ആളെ കാണണോ? അതാ വരുന്നു, നോക്കിക്കോളൂ. അപ്പോഴും വരുന്നത് ഇതേ സ്വഹാബിയാണ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 3 തവണയായി 3 പ്രാവശ്യം നബി തങ്ങൾ ആ സ്വഹാബി സ്വർഗാവകാശിയാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്വഹാബാക്കൾക്കാകെ ഒരു തരം സംസാരമായി. ഈ സഅദിന്റെ പ്രത്യേകത എന്താണ്? ഈ സഅദ് നമ്മളൊന്നും ചെയ്യാത്ത എന്ത് കർമ്മമാണ് ചെയ്യുന്നത്? ഈ സഅദ് എന്ത് നിസ്കാരമാണ് അധികം നിസ്കരിക്കുന്നത്? ഈ സഅദ് എന്തൊരു കർമ്മമാണ് നമ്മളൊക്കെ ചെയ്യാത്തതായി നിർവഹിക്കുന്നത്? അത് അറിയണമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു
സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. ചുരുക്കി പറയാം, ആ ദിവസം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിച്ചു. ഒരു അതിഥിയായ ആ വീട്ടിൽ താമസിച്ചു. എന്തിനാണ് താമസിച്ചത്? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്താണ് അധികമുള്ളത്. രാത്രിയിൽ പാതിരാത്രി കുറെ അധികം നിസ്കരിക്കുന്നുണ്ടോ? തഹജ്ജുദ് കുറെ അധികം നിസ്കരിക്കുന്നയാളാണോ? രാത്രിയിൽ കുറെ ഖുർആൻ ഓതുന്ന ആളാണോ? അതല്ല സ്പെഷ്യലായ വല്ല ഇബാദത്തുമുണ്ടോ എന്നൊന്ന് അറിയണം, പരിശോധിക്കണം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. പക്ഷേ അറിയുമോ, സ്വർഗത്തിന്റെ ആളാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അതാ നേരത്തെ ഉറങ്ങിപ്പോയി. അതിഥി പോലും ഉറങ്ങുന്ന മുമ്പ് ഉറങ്ങിപ്പോയി. എന്നാൽ ഈ അതിഥിയായ മനുഷ്യൻ ഉറങ്ങിയില്ല. പാതിരാത്രി എഴുന്നേൽക്കുന്നത് കാണണം, എന്താണ് ചെയ്യുന്നത് എന്ന് അറിയണം. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഒരു തഹജ്ജുദ് പോലും നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു തഹജ്ജുദ് പോലും നിസ്കരിക്കുന്നതോ, ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ അധികം ചൊല്ലുന്നതോ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പള്ളിയിലേക്ക് ജമാഅത്തിന് വന്ന് ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ത്വൽഹത്ത് തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മാപ്പാക്കണമെന്നും ദുആ ചെയ്യണമെന്നും പറഞ്ഞ കൂട്ടത്തിൽ ത്വൽഹത്ത് തങ്ങൾ പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ഇന്നലെ നിങ്ങളെ വീട്ടിൽ താമസിച്ചു, ഞാൻ അതിഥിയായി വന്നു, ഞാൻ ചില പ്രയാസങ്ങളൊക്കെ വന്ന് പറഞ്ഞു. ശരിയാണ്, വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത പ്രയാസമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വർഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊരു പ്രത്യേക ഇബാദത്താണുള്ളത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അധികം എന്താ നിസ്കരിക്കുന്നത്? നിങ്ങൾ കുറെ അധികം ഖുർആൻ ഓതുന്നുണ്ടോ? എല്ലാം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒന്നും എനിക്ക് പ്രത്യേകം കാണാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാകാൻ നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങൾ അതിന് മാത്രം പ്രാപ്തനായെങ്കിൽ അതിന് കാരണമായ വസ്തു എന്താണ്? സഅദ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാണ്. നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് മറുപടി കൊടുത്തത്. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മദീന പള്ളിയിലെ മുഅദ്ദിനാണ്. ബിലാൽ തങ്ങളെ സ്വർഗത്തിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. അതിന് കാരണവും പറഞ്ഞിരുന്നു. എപ്പോൾ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് കടന്നാലും വുളൂഇന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാതെ, പള്ളിയിൽ തഹയ്യത്ത് നിസ്കരിക്കാതെ ബിലാൽ പള്ളിയിൽ ഇരിക്കാറില്ല. എപ്പോൾ വുളൂ ചെയ്താലും, അത് വീട്ടിൽ വെച്ച് വുളൂ ചെയ്യേണ്ടി വന്നാലും, വുളൂഇന്റെ ശേഷം സുന്നത്തായ 2 റക്അത്ത് നിസ്കാരമുണ്ട്. വുളൂഇന്റെ നിസ്കാരം എന്നാണ് നിസ്കാരത്തിന്റെ പേര്. ആ നിസ്കാരം ബിലാൽ തങ്ങൾ പതിവാക്കുന്ന കാരണം കൊണ്ട് ബിലാൽ തങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വല്ലതും നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും പ്രത്യേകം കണ്ടില്ലല്ലോ. ആ ചോദ്യത്തിന് സഅദ് തങ്ങൾ നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തു. ഇന്നലീ ഖൽബൻ ലൈസ ഫീഹാ അദാവ വലാ ശഖാവ. ഇന്നലീ ഖൽബൻ, എനിക്കൊരു ഹൃദയമുണ്ട്.
ലൈസ ഫീഹാ അദാവ വലാ ശഖാവ. ആ ഹൃദയത്തിൽ ആരോടും ഒരു വെറുപ്പുമില്ല, ആരോടും ഒരു വിദ്വേഷമില്ല. അങ്ങനെയുള്ള ഖൽബുണ്ട് എന്നല്ലാതെ, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയമുണ്ട് എന്നല്ലാതെ എന്റെ കയ്യിൽ പ്രത്യേകം ഒരു അമലുമില്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നീട് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ആ നിഷ്കളങ്കമായ ഹൃദയം കൊണ്ടാണ്, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം കൊണ്ടാണ്, ആരോടും ചൊടിയില്ലാത്ത വെറുപ്പില്ലാത്ത മനസ്സ് ഉള്ളത് കൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലെത്താൻ കാരണമായത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, റമദാനിനെ കാത്തിരിക്കുന്നവരാണ്, ഖുർആൻ ധാരാളം ഓതാൻ ശ്രമിക്കുന്നവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ്. പക്ഷേ എല്ലാറ്റിനേക്കാളും പ്രധാനം നമ്മുടെ ഖൽബ് നന്നാക്കലാണ്. സംശുദ്ധമായ ഖൽബില്ലയോ? ആളുകളോട് വെറുപ്പുള്ള ഖൽബാണോ? ശുണ്ഠിയുള്ള ഖൽബാണോ? അസൂയ നിറഞ്ഞ ഖൽബാണോ? അതാ നിന്റെ മനസ്സിൽ മറ്റുള്ളവനോട് വെറുപ്പാണ്, വേണ്ടപ്പെട്ടവരോട് ചൊടിയാണ്, പലരോടും നീ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, കൂട്ടുകുടുംബങ്ങളോട് പിണക്കത്തിലാണ്. അങ്ങനെയുള്ള ഖൽബുള്ളവൻ എത്ര അമല് ചെയ്താലും വിജയിച്ച് കിട്ടാൻ പ്രയാസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ യദ്ഖുലു ജന്നത ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. സുബ്ഹാനല്ലാഹ്. കുടുംബബന്ധം മുറിച്ചവൻ, അതൊരു പക്ഷേ കാരണങ്ങളുണ്ടാകാം, ഒരുപാട് പറയാനുണ്ടാകാം, എന്തു തന്നെയാണെങ്കിലും അതാ കുടുംബബന്ധം മുറിച്ചവരുണ്ടോ അവർക്ക് സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റമളാൻ ശരീഫ് സമാഗതമാകുന്ന മുമ്പ്, വിശുദ്ധമായ റജബിന്റെ ശേഷം റമളാനിന്റെ ഇടക്ക് ശഅബാൻ എന്ന മാസത്തെ അല്ലാഹു നിശ്ചയിച്ചതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട റസാലി ഇമാം പറയുന്ന പ്രധാനപ്പെട്ട കാരണം അതാണ്. എല്ലാ പിണക്കങ്ങളും നേരെയാകണം, ആളുകളോടുള്ള എല്ലാ ഇടപാടുകളും തീർക്കണം. അത് സാമ്പത്തികമായ ഇടപാടാണെങ്കിലും, അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംഭവിച്ചു പോയതാണെങ്കിലും, അതുപോലെ അടിമകളോടുള്ള എല്ലാ ഇടപാടും തീർക്കേണ്ടതുപോലെ അല്ലാഹുവിനോടുള്ള എല്ലാ ഇടപാടുകളും തീർക്കണം. അതിന് പറ്റിയ മാസമാണ് ശഅബാൻ. ഏതെങ്കിലും ഒരു രാത്രി, ഏതെങ്കിലും ഒരു ദിവസം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞൊന്ന് ദുആ ചെയ്യണം. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്ന ഖേദമാണ്. ആ ഖേദ പ്രകടനം മനസ്സിൽ നിന്നുണ്ടായി ചെയ്തുപോയ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ്, ഞാൻ നല്ലവനല്ലെന്നും എന്നെ ഒന്ന് നന്നാക്കണമെന്നും എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമെന്നും, നീ എന്നെ കൈയൊഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നും, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തന്ന് നീ എന്നെ കൈപിടിച്ച് നീ എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്നും അല്ലാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് തൗബ ചെയ്യേണ്ടുന്ന മാസവും കൂടെയാണ് ശഅബാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. നസ്അലുക